Vedanta. Vedanta is one of the most influential and philosophically advanced orthodox schools of Indian philosophy. This school of philosophy contains the gist of all knowledge from the four Vedas, Aranyaka and Upanishad. ഇന്ത്യൻ തത്വചിന്തയിലെ ഏറ്റവും സ്വാധീനമുള്ളതും ദാർശനികവുമായി പുരോഗമിച്ചതുമായ യാഥാസ്ഥിതിക സ്കൂളുകളിലൊന്നാണ് വേദാന്തം. ഈ തത്വചിന്തയിൽ 4 വേദങ്ങൾ, ആരണ്യകം, ഉപനിഷത്തുകൾ എന്നിവയിൽ നിന്നുള്ള എല്ലാ അറിവുകളുടെയും സംഗ്രഹം അടങ്ങിയിട്ടുണ്ട്. വേദാന്ത കൺസിഡേഴ്സ് ദാറ്റ് the universe is made out of Brahman, one absolute divine power. It is objective in nature and is Nirakar. Also, that it is Nirguna. Vedanta accepts that Brahman as the only true reality and this material world as untrue. വേദാന്തം കണക്കാക്കുന്നത് പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് ഒരു സമ്പൂർണ്ണ ദിവ്യശക്തിയിൽ നിന്നാണ്. അത് ആത്മനിഷ്ഠ സ്വഭാവമുള്ളതും നിരാകാരവുമാണ്, ഒരു രൂപവുമില്ലാത്തതാണ്, അത് നിർഗുണമാണ്, അതിൻ്റെ ഗുണങ്ങൾ വ്യവഹാരത്തിന് അതീതമാണ്. വേദാന്തം ആ ബ്രഹ്മത്തെ ഏക യഥാർത്ഥ യാഥാർത്ഥ്യമായും ഈ ഭൗതിക ലോകം അസത്യമായും അംഗീകരിക്കുന്നു. Vyasa was the first person who presented the crux of all these scriptures in brief. The treatise created by him is called Brahma Sutras. ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം സാരാംശം സംക്ഷിപ്തമായി അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് വ്യാസൻ. അദ്ദേഹം സൃഷ്ടിച്ച ഗ്രന്ഥത്തെ ബ്രഹ്മസൂത്രം എന്ന് വിളിക്കുന്നു. This is the first scripture of Vedanta philosophy. The term Vedanta is a Sanskrit compound word that is formed with a combination of 2 basic words, Veda and Anda. വേദാന്ത ദർശനത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാണിത്. വേദാന്തം എന്ന പദം ഒരു സംസ്കൃത സംയുക്ത പദമാണ്. അത് 2 അടിസ്ഥാന പദങ്ങളുടെ സംയോജനത്തിൽ രൂപം കൊണ്ടതാണ്. വേദവും അന്തവും, അവസാനം. The essence of the teachings of Vedanta conveys that Brahman or the Absolute is the only reality and that the external world is an illusionary appearance like a mirage seen in a desert and that the individual being, soul, is essentially Brahman himself. This oneness of the self with absolute consciousness, Brahman, is the goal of Vedanta. വേദാന്തത്തിൻ്റെ പഠിപ്പിക്കലുകളുടെ സാരാംശം ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമാണ് യാഥാർത്ഥ്യം. ബാഹ്യലോകം മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ്, മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ് ബാഹ്യലോകം. ആത്മാവ് അടിസ്ഥാനപരമായി ബ്രഹ്മം തന്നെയാണ്. കേവല ബോധത്തോടു കൂടിയ ബ്രഹ്മം The essence of teachings of Vedanta conveys that Brahman or the Absolute is the only reality and that the external world is an illusionary appearance like a mirage seen in a desert and that the individual being is essentially Brahman himself. This oneness of the self with absolute consciousness is the goal of Vedanta. വേദാന്തത്തിൻ്റെ പഠിപ്പിക്കലുകളുടെ സാരാംശം ബ്രഹ്മം മാത്രമാണ് യാഥാർത്ഥ്യമെന്നും ബാഹ്യലോകം മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ്, മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണെന്നും ആത്മാവ് അടിസ്ഥാനപരമായി ബ്രഹ്മം തന്നെയാണെന്നും അറിയിക്കുന്നു. കേവല ബോധത്തോടു കൂടിയ ബ്രഹ്മം, ഈ ഏകത്വമാണ് വേദാന്തത്തിൻ്റെ ലക്ഷ്യം. The analysis of Vedanta developed several sub-schools. The important among them, School of Vedanta, Advaita Vedanta, Monism, Adi Shankaracharya, 9th century. Brahman is the only ultimate reality and the rest of the world is an illusion. ബ്രഹ്മം മാത്രമാണ് പരമമായ യാഥാർത്ഥ്യം, ബാക്കിയുള്ള ലോകം ഒരു മിഥ്യയാണ്. വിശിഷ്ട അദ്വൈത, സ്പെസിഫിക് ഡ്യൂലിസം, രാമാനുജ, 12th century.
asserts that Jivatma or individual soul is a part of Brahman and hence is similar but not identical. It possesses faith in worship of Lord Vishnu and sees the world as his creative power. രാമാനുജനാൽ സ്ഥാപിതമായ വിശിഷ്ട അദ്വൈത വേദാന്തം ദ്വൈതത്തെ വാദിക്കുന്നു. വ്യക്തിഗത ആത്മാക്കൾ പരമോന്നത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവർ അവരുടെ വ്യക്തിത്വവും വ്യതിരിക്തവുമായ ഗുണങ്ങളും നിലനിർത്തുന്നുവെന്ന് അത് ഉറപ്പിക്കുന്നു. രാമാനുജന്റെ വിശിഷ്ട അദ്വൈതത്തിൽ ദൈവവുമായുള്ള വ്യക്തിപരവും സ്നേഹപരവുമായ ബന്ധത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മോക്ഷം നേടാനുള്ള ഒരു മാർഗമായി ഭക്തി എന്ന ആശയം ഉൾക്കൊള്ളുന്നു. ഹിന്ദുമതത്തിലെ സുപ്രധാന ദാർശനിക സംവിധാനങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിലെ മതപരവും ദാർശനികവുമായ ചിന്തയുടെ വികാസത്തിൽ ഇത് അഗാധമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദ്വൈത മാധവാചാര്യ. It identifies God with Brahman completely and in turn with Lord Vishnu and his incarnation Lord Krishna. It regards individual soul as separate from Brahman and advocates the path bhakti to get liberation. ദ്വൈതം എന്നത് ഹിന്ദുമതത്തിലെ ഒരു ദാർശനിക ആശയമാണ്. പ്രത്യേകിച്ച് 13-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ മധ്യാചാര്യയുടെ പഠിപ്പിക്കലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്കൃതത്തിൽ ദ്വൈതവാദം എന്നർത്ഥം വരുന്ന ദ്വൈത വേദാന്ത തത്വചിന്തയിലെ പ്രധാന വിദ്യാലയങ്ങളിൽ ഒന്നാണിത്. ദ്വൈത തത്വചിന്ത ആത്മാവ്, ഭൗതിക ലോകം, അതായത് ജീവൻ, പ്രകൃതി, ബ്രഹ്മം എന്നിവയ്ക്കിടയിലെ കർശനമായ ദ്വൈതവാദം സ്ഥാപിക്കുന്നു. ദ്വൈതമനുസരിച്ച് 3 വ്യത്യസ്തവും ശാശ്വതവുമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ബ്രഹ്മം പരമോന്നതവും മാറ്റമില്ലാത്തതും അനന്തവുമായ യാഥാർത്ഥ്യം. അത് എല്ലാത്തിൻ്റെയും ഉറവിടവും നിയാന്തവുമാണ്. ജീവ എന്ന് പറയുന്നത് ഓരോ ആത്മാക്കളും ഓരോന്നും മറ്റൊന്നിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ജനന മരണ ചക്രത്തിന് വിധേയമാണ്. പ്രകൃതി എന്ന് പറയുന്നത് വിവിധ ഘടകങ്ങൾ ചേർന്നതും ഭൗതിക നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ് ഭൗതിക ലോകം. ഈ 3 അസ്തിത്വങ്ങൾ തമ്മിലുള്ള ശാശ്വതമായ വേർതിരിവ് ദ്വൈത മാധവാചാര്യ ഊന്നിപ്പറയുകയും ബ്രഹ്മത്തിൽ നിന്ന് വ്യക്തിഗത ആത്മാവിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ തത്വചിന്ത അദ്വൈത വേദാന്തത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്നു. അത് ദ്വൈതതയെ പഠിപ്പിക്കുന്നു. അവിടെ ആത്യന്തികമായി വ്യക്തി, ആത്മാവും ബ്രഹ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. മാധവാചാര്യ ദ്വൈത തത്വചിന്ത ഹിന്ദുമതത്തിലെ ചില വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വിശാലമായ വേദാന്ത പാരമ്പര്യത്തിനുള്ളിൽ അത് പ്രമുഖ ചിന്താധാരയായി തുടരുന്നു. Advaita Nimbarka, 30th century. Brahman-Jiva relation may be regarded as Dvaita from one point of view and Advaita monistic from the other. 13-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ നിംബർക്ക സ്ഥാപിച്ച ഒരു വേദാന്ത തത്വശാസ്ത്ര സമ്പ്രദായമാണ് ദ്വൈതം. ദ്വൈതാദ്വൈതത്തിൽ ആത്മാവും പരമമായ യാഥാർത്ഥവും ബ്രഹ്മൻ തമ്മിലുള്ള ബന്ധത്തിൽ ദ്വൈതവും അദ്വൈതവും ഒരേ സമയം നിലനിൽക്കുന്നതായാണ് അടിസ്ഥാന തത്വം. വേദാന്ത പാരമ്പര്യത്തിനുള്ളിലെ അതുല്യമായ വീക്ഷണമാണ്. വ്യക്തി, ആത്മാവ് ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തവും വേർതിരിക്കാനാവാത്തതുമാണ് എന്ന ആശയത്തിന് നിംബർക്ക ഊന്നൽ നൽകുന്നു. ആദി ശങ്കരാചാര്യൻ സ്ഥാപിച്ച അദ്വൈത വേദാന്തത്തെയോ രാമാനുജൻ സ്ഥാപിച്ച വിശിഷ്ട അദ്വൈത വേദാന്തത്തെയോ അപേക്ഷിച്ച് വേദാന്തത്തിൻ്റെ നിരവധി വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് ഈ ചിന്താധാര. Shuddha Advaita, pure dualism, Vallabhacharya. It states that individual self is equal in essence with God, thus differing from most other sects of Vaishnavism. To explain Vallabhacharya, Jiva or individual soul springs like spark from the fire of God and are tiny and fleeting as compared to him, but comprise of the same essence. വൈഷ്ണവ മതത്തിലെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തി സ്വയം സത്തയിൽ ദൈവവുമായി തുല്യനാണെന്ന്
തുല്യനാണെന്നത് പ്രസ്താവിക്കുന്നു. വിശദീകരിക്കാൻ വല്ലഭാചാര്യ പറയുന്നത്, ജീവ അല്ലെങ്കിൽ വ്യക്തികളുടെ ആത്മാവ് ദൈവത്തിൻ്റെ അഗ്നിയിൽ നിന്നുള്ള തീപ്പൊരി പോലെയാണ് ഉറവെടുക്കുന്നത്. അവനെ അപേക്ഷിച്ച് ചെറുതും ക്ഷണികവുമാണ്, എന്നാൽ അതേ സാരാംശം ഉൾക്കൊള്ളുന്നു. ശുദ്ധാദ്വൈതം ഹിന്ദുമതത്തിൻ്റെ വൈഷ്ണവ പാരമ്പര്യത്തിനുള്ളിലെ ദാർശനികവും ദൈവശാസ്ത്രപരവുമായ വ്യവസ്ഥയാണ്. 16-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ വല്ലഭാചാര്യയാണിത് സ്ഥാപിച്ചത്. ദ്വൈതവാദത്തിൻ്റെ ഒരു അതുല്യ രൂപത്തെ ഊന്നിപ്പറയുന്നു. അതിൽ ദൈവത്തെ, പ്രത്യേകിച്ച് ഭഗവാൻ കൃഷ്ണനെ പരമോന്നത യാഥാർത്ഥ്യമായി കാണുകയും വ്യക്തിയാത്മാക്കൾ, ഭൗതിക ലോകം എന്നിവ ഉൾപ്പെടെ മറ്റെല്ലാം ദൈവത്തിൽ നിന്ന് വ്യത്യസ്തവും ആശ്രയിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഈ തത്വചിന്ത ദൈവവുമായുള്ള സ്നേഹപരവും ഭക്തിയും കൂടിയ ബന്ധത്തെ ആത്യന്തിക ലക്ഷ്യമായി ഉയർത്തിക്കാട്ടുന്നു. അചിന്ത്യ ഭേദ ചൈതന്യ മഹാപ്രഭു maintains that Supreme Brahman is simultaneously one with and different from his creation. As part of his energy, we are of the same quality as God, but there are vast difference in quantity. അചിന്ത്യ ഭേദം ഗൗഡീയ വൈഷ്ണവ മതത്തിലെ ഒരു ദാർശനിക ആശയമാണ്. 16-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സന്യാസിയായ ചൈതന്യ മഹാപ്രഭു ഈ പാരമ്പര്യത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാണ്. അചിന്ത്യ ഭേദം എന്നാൽ അചിന്തനീയമായ ഏകത്വവും വ്യത്യാസവും എന്നാണ്. ദൈവം, കൃഷ്ണൻ ഒരേ സമയം വ്യക്തിയാത്മാക്കളോടും ഭൗതിക ലോകത്തോടും ഒന്നാണെന്നും അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും സൂചിപ്പിക്കുന്നു. ചൈതന്യ മഹാപ്രഭു തൻ്റെ പഠിപ്പിക്കലുകൾക്കും കൃഷ്ണനോടുള്ള ഭക്തിക്കും പേരുകേട്ടതാണ്. വൈഷ്ണവ പാരമ്പര്യത്തിനുള്ളിൽ ഈ തത്വചിന്തയെ ജനകീയമാക്കുന്നതിന് അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതവും അധ്യാപനങ്ങളും ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വ്യക്തി, ആത്മാവും ദൈവം, കൃഷ്ണൻ തമ്മിലുള്ള അചിന്തനീയമായ ഒരേ സമയം ഏകത്വവും വ്യത്യാസവും പഠിപ്പിക്കുന്നു. പരബ്രഹ്മം തൻ്റെ സൃഷ്ടിയുമായി ഒരേ സമയം ഒന്നാണെന്നും അതിൽ നിന്ന് വ്യത്യസ്തതയും നിലനിർത്തുന്നു. ദൈവത്തിൻ്റെ ഊർജത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ അതേ ഗുണനിലവാരമുള്ളവരാണ്, പക്ഷേ അളവിൽ വലിയ വ്യത്യാസം ഉണ്ട്. മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് വേദാന്ത. The 3 layers of body and the 5 sheets, Panchakoshas, derived from ancient Vedantic text, the concept of Traya Sharira. The concept is one of the fundamental aspects of yoga philosophy also. According it, the human body has 3 layers. Main principles of Vedanta. Vedanta is a school of Hindu philosophy that explores the nature of reality, the self, and the ultimate truth. It encompasses various principles and concepts including 3 bodies or shariras: Sthula Sharira, Sukshma Sharira, and Karan Sharira. These bodies represent different aspects of an individual's existence. യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം, സ്വയം, ആത്യന്തിക സത്യം എന്നിവ പര്യവേക്ഷണം ചെയ്യുന്ന ഹൈന്ദവ തത്വചിന്തയുടെ ഒരു വിദ്യാലയമാണ് വേദാന്തം. 3 ശരീരങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങൾ ഉൾപ്പെടെ വിവിധ തത്വങ്ങളും ആശയങ്ങളും ഇത് ഉൾക്കൊള്ളുന്നു. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കരണ ശരീരം. ഈ ശരീരങ്ങൾ ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെ വിവിധ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. സ്ഥൂല ശരീര, ഗ്രോസ് ബോഡി. This is the physical body, the tangible and visible aspect of an individual. It consists of the physical element and organs that enable sensory experiences and actions in the material world. Sthula Sharira is mortal and subject to birth and death. ഇത് സ്ഥൂല ശരീര. ഇത് ഭൗതിക ശരീരം, ഒരു വ്യക്തിയുടെ മൂർത്തവും ദൃശ്യവുമായ വശം. ഭൗതിക ലോകത്തിലെ ഇന്ദ്രിയ അനുഭവങ്ങളും പ്രവർത്തനങ്ങളും പ്രാപ്തമാകുന്ന ഭൗതിക ഘടകങ്ങളും അവയവങ്ങളും ഇതിലടങ്ങുന്നു. സ്ഥൂല ശരീരം മൃത്യു, ജനന, മരണത്തിന് വിധേയമാണ്. സൂക്ഷ്മ ശരീര
is the subjective or astral body, which is not perceivable through the senses. It includes the mind, intellect, ego, and the senses, both inner and outer. This body is responsible for thoughts, emotions, and the process of sensory input. Unlike the physical body, the Sukshma Sharira is not subject to decay and death. സൂക്ഷ്മശരീരം അത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിൽ മനസ്സും ബുദ്ധിയും അഹംബോധവും ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുന്നു. ചിന്തകൾ, വികാരങ്ങൾ, സെൻസറി ഇൻപുട്ടിൻ്റെ പ്രോസസ്സിംഗ് എന്നിവയ്ക്ക് ഈ ശരീരം വിധേയമാണ്. ഭൗതിക ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി സൂക്ഷ്മശരീര ക്ഷയത്തിനും മരണത്തിനും വിധേയമല്ല. സൂക്ഷ്മശരീരം മരണത്തിന് വിധേയമല്ല. Karan Sharira represents the causal or deep-seated aspect of an individual's existence. It is a repository of past karma and the root cause of one's existence and experience. This body is the link to the cycle of reincarnation and is the deepest layer of one's being. കാരണശരീര എന്നത് ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിൻ്റെയും കാര്യകാരണമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇത് ഭൂതകാല കർമ്മങ്ങളുടെ കലവറയും ഒരാളുടെ അസ്തിത്വത്തിൻ്റെയും അനുഭവങ്ങളുടെയും മൂലകാരണമാണ്. ഈ ശരീരം പുനർജന്മ ചക്രത്തിലേക്കുള്ള കണ്ണിയാണ്. ഒരാളുടെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള പാളിയാണ്. ഇൻ വേദാന്ത, understanding of these three bodies is essential for comprehending the nature of the self and its relationship to the ultimate reality. The ultimate goal of Vedanta is to realize the non-dual nature of the self and Brahman, transcending the limitations of the physical, subtle, and causal bodies to attain spiritual liberation, moksha. വേദാന്തത്തിൽ സ്വയം, ആത്മൻ, സ്വഭാവവും ആത്യന്തിക യാഥാർത്ഥ്യം ബ്രഹ്മൻ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് ഈ മൂന്ന് ശരീരങ്ങളെക്കുറിച്ചുള്ള ധാരണ അത്യാവശ്യം ആണ്. വേദാന്തത്തിൽ ആത്യന്തിക ലക്ഷ്യം മോക്ഷം നേടുന്നതിന് ശാരീരികമായും സൂക്ഷ്മവും കാരണവുമായ ശരീരങ്ങളുടെ പരിമിതികളെ മറികടന്ന് സ്വയം, ബ്രഹ്മം എന്നിവയുടെ ദ്വന്ദ്വമല്ലാത്ത സ്വഭാവം തിരിച്ചറിയുക എന്നതാണ്. The three layers of body are further divided into 5 sheets. Panchakosha Vedanta, also known as 5 sheets or Panchakosha, is a concept from the ancient Indian philosophy of Vedanta. It describes the different layers or sheets that covers the true self or Atma. These sheets are believed to be obstacles to realizing one's true nature. The 5 sheets are പഞ്ചകോശ വേദാന്തം. 5 കവചങ്ങൾ അല്ലെങ്കിൽ പഞ്ചകോശം എന്നും അറിയപ്പെടുന്നു. വേദാന്തത്തിലെ പുരാതന ഇന്ത്യൻ തത്വചിന്തയിൽ നിന്നുള്ള ഒരു ആശയമാണ്. യഥാർത്ഥ സ്വയം അല്ലെങ്കിൽ ആത്മാവിനെ മൂടുന്ന വ്യത്യസ്ത പാളികൾ അല്ലെങ്കിൽ ഷീറ്റ്സ് ഇത് വിവരിക്കുന്നു. ഈ കവചങ്ങൾ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നതിന് തടസ്സമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 5 കവചങ്ങൾ ഇവയാണ്. അന്നമയ കോശം, ദ ഫിസിക്കൽ ഷീറ്റ്സ് റെപ്രസെൻറ്റിംഗ് ദ ഫിസിക്കൽ ബോഡി, ഭൗതിക ശരീരത്തെ പ്രതിനിധീകരിക്കുന്ന ഭൗതിക കവചം. പ്രാണമയ കോശം, the vital sheets representing the life force or breath, ജീവശക്തിയെ അല്ലെങ്കിൽ ശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന സുപ്രധാന കവചം. നമ്പർ 3, മനോമയ കോശം, the mental sheets associated with the mind and emotion, മനസ്സും വികാരവുമായി ബന്ധപ്പെട്ട മാനസിക കവചം. നമ്പർ 4, വിജ്ഞാനമയ കോശം, the intellectual sheets related to wisdom and discrimination, ജ്ഞാനത്തോടും വിവേചനത്തോടും ബന്ധപ്പെട്ട ബൗദ്ധിക കവചം. നമ്പർ 5, ആനന്ദമയ കോശം, the blissful
sheets representing the innermost layer of pure consciousness. ശുദ്ധമായ ബോധത്തിൻ്റെ ആന്തരിക പാളിയെ പ്രതിനിധീകരിക്കുന്ന ആനന്ദമയ കോശം. The ultimate goal in Panchakosha Vedanta is to go beyond these layers to realize the true self, the Atman, which is considered eternal, unchanging and interconnected with the universal consciousness or Brahman. This concept is fundamental in understanding the self and achieving spiritual awakening in Vedanta philosophy. പഞ്ചകോശ വേദാന്തത്തിലെ ആത്യന്തിക ലക്ഷ്യം ഈ പാളികൾക്കപ്പുറത്തേക്ക് പോയി ശാശ്വതവും മാറ്റമില്ലാത്തതും സാർവത്രിക ബോധവുമായി അല്ലെങ്കിൽ ബ്രഹ്മവുമായി പരസ്പര ബന്ധിതമായി കണക്കാക്കപ്പെടുന്ന സ്വയം ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നതാണ്. വേദാന്ത ദർശനത്തിൽ സ്വയം മനസ്സിലാക്കുന്നതിനും ആത്മീയ ഉണർവ് കൈവരിക്കുന്നതിനും ഈ ആശയം അടിസ്ഥാനപരമാണ്. ദ ത്രീ ബോഡീസ് ശരീര, 5 പഞ്ചകോശ, ഗ്രോസ് ബോഡി ഓർ സ്ഥൂല ശരീര, അന്നമയ കോശം, ഭൗതിക കവചം, സൂക്ഷ്മ ശരീര, പ്രാണമയ കോശ, മനോമയ കോശ, വിജ്ഞാന കോശ. ഇത് മൂന്നും സൂക്ഷ്മ ശരീരത്തിൽ വരുന്നതാണ്. കാരൺ ശരീര, ആനന്ദമയ കോശ ഓർ ബ്ലിസ്. Metaphysics of Vedanta. Adi Shankara asserted the existence of eternal, infinite and incorporeal Brahman. ആദിശങ്കരൻ ശാശ്വതവും അനന്തവും നിരാകാരവുമായ ബ്രഹ്മത്തിൻ്റെ അസ്തിത്വം ഉറപ്പിച്ചു. ദിസ് ബ്രഹ്മൻ ഇസ് ദ ക്രിയേറ്റർ ആൻഡ് ദി കോസ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും കാരണവും. According to Adi Shankara, Brahman at first creates Maya illusionary world within himself and then creates this diverse material world with this power. ആദിശങ്കരൻ്റെ അഭിപ്രായത്തിൽ ബ്രഹ്മം ആദ്യം തന്നിൽ തന്നെ മായ സൃഷ്ടിക്കുന്നു, തുടർന്ന് ഈ വൈവിധ്യമാർന്ന ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നു. The soul is a part of Brahman and because Brahman is complete, omnipresent, omnipotent and omniscient within himself. Hence, the soul is also complete in itself. ആത്മാവ് ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. ബ്രഹ്മം തൻ്റെ ഉള്ളിൽ തന്നെ പൂർണ്ണവും സർവവ്യാപിയും സർവശക്തനും സർവജ്ഞനുമായതിനാൽ ആത്മാവും അതിൽ തന്നെ പൂർണ്ണമാണ്. ആദിശങ്കര opines that this world is mortal and untrue. In his view, the phenomenal existence of this world does not have its independent existence and is transient and illusionary. ഈ ലോകം നശ്വരവും അസത്യവുമാണെന്ന് ആദിശങ്കരൻ അഭിപ്രായപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഈ ലോകത്തിൻ്റെ അസാധാരണമായ അസ്തിത്വത്തിന് അതിൻ്റെ സ്വതന്ത്രമായ അസ്തിത്വം ഇല്ല. അത് ക്ഷണികവും ഭ്രമാത്മകവും ആണ്. Epistemology of Vedanta. Vedanta philosophy believes in all the 6 pramanas of Indian schools of philosophy, that is Pratyaksha, Anumana, Upamana, Arthapadi, Anupalabdhi and Shabda. വേദാന്ത തത്വശാസ്ത്രം ഇന്ത്യൻ തത്വശാസ്ത്ര വിദ്യാലയങ്ങളിലെ 6 പ്രമാണങ്ങളിലും വിശ്വസിക്കുന്നു. അതായത് പ്രത്യക്ഷ, അനുമാന, ഉപമാന, അർത്ഥപതി, അനുപലബ്ധി, ശബ്ദ. ആദിശങ്കര ഹാസ് divided knowledge into 2 kinds: apara vidya or practical knowledge, paravidya, spiritual knowledge. Apara vidya has only practical utility and man
cannot attain the ultimate aim of life, that is emancipation, with it. Knowledge of Vedas, Brahman, Aranyak, Upanishad and Gita is Paravidya. This is the true and pure knowledge. By attaining this, an individual can attain liberation. ആദിശങ്കരൻ അറിവിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അപാരവിദ്യ, ലൗകിക അല്ലെങ്കിൽ പ്രായോഗിക അറിവ്. പരവിദ്യ, ആത്മീയ അറിവ്. അപാരവിദ്യയ്ക്ക് പ്രായോഗികമായ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ വിമോചനം നേടാൻ കഴിയില്ല. വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുകൾ, ഗീത എന്നിവയെക്കുറിച്ചുള്ള അറിവ് പരവിദ്യയാണ്. ഇതാണ് സത്യവും ശുദ്ധവുമായ അറിവ്. ഇത് നേടിയെടുക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് വിമോചനം നേടാനാകും. ആദിശങ്കര ഹാസ് അഡ്വക്കേറ്റഡ് ശ്രവണ, ലിസണിംഗ്, മനന, contemplating and nididhyasana, practicing or experiencing the knowledge method for attaining both these type of knowledge. ആദിശങ്കരൻ ശ്രവണം, മനനം, ചിന്തിക്കുക, നിദിധ്യാസന, അറിവ് പരിശീലിക്കുക അല്ലെങ്കിൽ അനുഭവിക്കുക, ഈ രണ്ട് തരത്തിലുള്ള അറിവുകളും നേടുന്നതിനുള്ള മാർഗം ഇതാണ്. Axiology and ethics of Vedanta. The ultimate aim of life is the attainment of liberation from the cycle of birth, death and rebirth. In his opinion, the path of Janana, knowledge path, would lead an individual towards liberation. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ജനന മരണ പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ പാത ഒരു വ്യക്തിയെ വിമോചനത്തിലേക്ക് നയിക്കും. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വിമോചനം നേടുക എന്നുള്ളതാണ്. വേദാന്ത ആൻഡ് എഡ്യൂക്കേഷൻ. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. To achieve the ultimate goal of life, that is emancipation or liberation. Other helping aims are physical development, mental and intellectual development, moral, spiritual and character development, purification of chitta, vocational education, religion-centered education, education for self-sufficiency. ധാർമ്മികവും ആത്മീയവും സ്വഭാവപരമായ വികസനം, ശാരീരിക വികസനം, ബൗദ്ധിക വികസനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ വികസനം, മതകേന്ദ്രീകൃത വിദ്യാഭ്യാസം, ഇതെല്ലാമാണ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. കരിക്കുലം. Subjects and activities related to practical and spiritual aspects of an individual, teaching of language, medicine, mathematics, grammar, history, warfare, literature, occasional education and spiritual subjects should focus on the principles of yoga. Next, methods of teaching. During the Upanishad period, the Guru imparted education to his Shishyas, students, mainly through sermons and discourses. Stages of attainment of knowledge. Shankara has mentioned 3 stages of attainment of knowledge: Sravana, Manana, Nididhyasana, debate and discussion with scholars. സ്വയം മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അറിവ് നേടുന്നതിനുള്ള ഘട്ടങ്ങൾ ശ്രവണ, മനന, നിധ്യാസന, ഇത് 3 പണ്ഡിതന്മാരുമായുള്ള സംവാദങ്ങളും ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. മെത്തേഡ് ഓഫ് ടീച്ചിങ്. Guru imparted education to his Shishyas, mainly sermons and discourse. പ്രഭാഷണങ്ങൾ വഴിയാണ് വിദ്യാഭ്യാസം പകർന്നു കൊടുത്തിരുന്നത്. Role of teacher. The teacher and Guru was in the highest esteem. His aim was to prepare the student for practical life and to train him for spiritual life. The student's desires of Brahma or supreme knowledge must abide by the sadhan chatushtaya, the control, concentration of mind,
indifferent to worldly pleasure. അധ്യാപകനെ അത്യധികം ബഹുമാനിച്ചിരുന്നു. വിദ്യാർത്ഥിയെ പ്രായോഗിക ജീവിതത്തിന് സജ്ജമാക്കുകയും ആത്മീയ ജീവിതത്തിനായി പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ബ്രഹ്മജ്ഞാനമോ പരമോന്നത ജ്ഞാനമോ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സാധനാ ചതുഷ്ടയത്തിൽ ഉറച്ചു നിൽക്കണം. മനസ്സിൻ്റെ നിയന്ത്രണം, ഏകാഗ്രത, ലൗകിക സുഖത്തിൽ നിസ്സംഗത. Role of school and discipline. Strict rules of conduct should be followed. Brahmacharya was compulsory for all pupils. Adi Shankara delineated 4 stages of a student's nature of discipline. Number 1, Kshipta stage, when the child is under the influence of his senses and is unable to fix his attention. കുട്ടി അവൻ്റെ സ്വാധീനത്തിലായിരിക്കുന്ന ഘട്ടം, ഇന്ദ്രിയങ്ങളിൽ ശ്രദ്ധ ശരിയാക്കാൻ കഴിയാത്ത ഘട്ടം. നെക്സ്റ്റ്, വിക്ഷിപ്ത stage, when the child gains some control over his senses and is able to fix his attention for a short span of time. കുട്ടി തൻ്റെ ഇന്ദ്രിയങ്ങളിൽ കുറച്ച് നിയന്ത്രണം നേടുകയും കുറച്ച് സമയത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഘട്ടം. നെക്സ്റ്റ്, മൂത സ്റ്റേജ്, when the student gains sufficient control over senses but is unable to fix his attention fully. വിദ്യാർത്ഥി ഇന്ദ്രിയങ്ങളിൽ മതിയായ നിയന്ത്രണം നേടുന്ന ഘട്ടം, എന്നാൽ അവൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയാതെ വരുന്നു. നെക്സ്റ്റ്, അകാഗ്രത stage, when students gain control over all his 5 senses, mind, intellect and ego. വിദ്യാർത്ഥി തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും മേൽ നിയന്ത്രണം നേടുന്ന ഘട്ടം.